ഒരു നിഞ്ച ജുട്സുവിൽ ഉപയോഗിക്കുന്ന അതിശക്തമായ ആയുധമാണ് ചക്ര. അതാണ് അവന്റെ ശക്തിയുടെ ഉറവിടം. ശക്തിക്ക് 2 ഭാഗങ്ങളുണ്ട്. ശരീരത്തിലെ സെല്ലുകൾ മുഴുവനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശാരീരിക ശക്തി. രണ്ടാമത്തേത് ആത്മീക ശക്തി. പരിശീലനത്തിലൂടെയും അനുഭവത്തിലൂടെയും നേടിയെടുക്കുന്ന ശക്തിയാണിത്. ചുരുക്കത്തിൽ ജുട്സ് പ്രയോഗിക്കണമെങ്കിൽ ഈ 2 ചക്രകളും ഒരുമിച്ച് ചേർക്കേണ്ടതാണ്. ശാരീരിക ശക്തിക്കും ആത്മീക ശക്തിക്കും തമ്മിലുള്ള പ്രവർത്തനമാണിത്. ഇതാണ് സുപ്രധാനം. ഒടുവിൽ കൈ അടയാളം. ലക്ഷ്യത്തോടെ ചക്രയെ പ്രായോഗികമാക്കുക. ഓരോ ജുട്സുവിനും പലതരത്തിലുള്ള ചക്ര പല അനുപാതത്തിലാണ് വേണ്ടത്. നിങ്ങൾ അവയെ തിരഞ്ഞെടുത്ത് ശരിയായ വിധത്തിൽ ഒന്നിച്ചു ചേർക്കണം. ഇതുവരെ എല്ലാ അനുപാതങ്ങളും കൃത്യമായി പ്രവർത്തിക്കുകയാണ് എന്ന് ഊഹിക്കുകയായിരുന്നു. നിങ്ങൾ ഒരുപാട് ചക്രാസ് ഉപയോഗിച്ചാൽ അവയെ സമീകൃതമായി ഉപയോഗിച്ചില്ലെങ്കിൽ അവ ഉപയോഗശൂന്യമാകും. ജുട്സു ശരിയായി പ്രവർത്തിക്കില്ല. നിങ്ങളെ ഒരു കോമാളിയാക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഒരുപാട് ശക്തി പാഴാക്കും. നിങ്ങൾക്ക് ചക്ര നഷ്ടമാകും. പിന്നെ പോരാടാൻ സാധിക്കില്ല.